إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു ജല്ല വഅല അവൻ പറഞ്ഞു, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി الرسل أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين. وما محمد إلا رسول. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഒരു റസൂൽ മാത്രമാകുന്നു. ഖദ് ഖലത് മിൻ ഖബ്ലിഹി الرسل. അവിടത്തേക്ക് മുൻപ് റസൂലുകൾ ഒരുപാട് പേർ കടന്നുപോയിട്ടുണ്ട്. أفإن مات أو قتل انقلبتم على أعقابكم. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു പോവുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ ദീനിൽ നിന്ന് തിരിഞ്ഞു പോകുകയാണോ? ومن ينقلب على عقبيه فلن يضر الله شيئا. ആരാണോ സ്വന്തം മടമ്പുകാലിന്മേൽ തിരിഞ്ഞുപോയത്, അള്ളാഹുവിന്റെ ദീൻ സ്വീകരിക്കുകയും എന്നിട്ട് അതിൽ നിന്ന് മുർത്തദ്ദായി പോവുകയും ചെയ്തത്, ഫലൻ യദുറല്ലാഹ ശൈആ, അള്ളാഹുവിന് ഒരു ഉപദ്രവവും അവൻ ഒരിക്കലും വരുത്തുകയില്ല. വസയജ്സില്ലാഹു ശാകിരീൻ. ശുക്രോടെ ഈ ദീനിൽ നിന്ന ആളുകൾക്ക് അള്ളാഹു പ്രതിഫലം നൽകുന്നതാണ്. മഹാനായ സഹാബി അബൂബക്കർ അസ്സദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ അവിടുന്ന് വഫാത്തായിട്ടുണ്ട് എന്നതിന് തെളിവ് പിടിച്ച ആയത്തുകളിൽ ഒന്നിതാണ്. അബൂബക്കർ അസ്സദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഓതുകയുണ്ടായി. അതുപോലെ അവിടുന്ന് ഓതി, ഇന്നക മയ്യിതു വ ഇന്നഹും മയ്യിതൂൻ ثم إنكم يوم القيامة عند ربكم تختصمون. ഇന്നക മയ്യിതുൻ, താങ്കൾ മരണപ്പെടുന്നതാണ്. വ ഇന്നഹും മയ്യിതൂൻ, അവരും മരിക്കുന്നതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ആയത്തുകൾ ഓതുകയും ജനങ്ങളെല്ലാവരും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നാവിൽ നിന്ന് ആയത്ത് സ്വീകരിക്കുകയും ആ കൂട്ടത്തിൽ ഒരാളുമില്ല ഈ ആയത്തുകൾ ഉരുവിട്ടുകൊണ്ടല്ലാതെ എന്ന് സഹാബത്ത് പറയുകയും ചെയ്തു. സഹോദരങ്ങളെ, നമ്മൾ ഓർക്കുക, ഇതുപോലൊരു റബീഉൽ അവ്വലിൽ ഹിജ്റ 11-ാം വർഷം റബീഉൽ അവ്വൽ 12-ന് തിങ്കളാഴ്ചയാണ് അഫ്ളലുൽ ബശർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയത്, ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, لما كان اليوم الذي دخل فيه رسول الله صلى الله عليه وسلم المدينة أضاء منها كل شيء. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ മദീനയിലേക്ക് വന്ന ആ നാളുണ്ടല്ലോ, അന്ന് മദീന മുഴുവൻ പ്രകാശപൂരിതമായി, മദീനയിലെല്ലാം പ്രകാശത്തിൽ മുങ്ങിയതായി ഞങ്ങൾക്ക് തോന്നി. فلما كان اليوم الذي مات فيه أظلم منها كل شيء.
എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയ, ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ദിവസമുണ്ടല്ലോ, മദീന മുഴുവൻ അന്ന് ഇരുട്ടിലായി പോയി. وما نفضنا عن النبي صلى الله عليه وسلم الأيدي أنكرنا قلوبنا. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കബറടക്കി ഞങ്ങൾ കൈയെടുത്തിട്ടില്ല, ഞങ്ങളുടെ ഖൽബിന് നഖാറത്ത് ബാധിച്ചിട്ടല്ലാതെ. ഞങ്ങളുടെ ഖൽബിലുണ്ടായിരുന്ന എന്തോ ഒരു ആശ്വാസം, ഞങ്ങളുടെ ഖൽബിലുണ്ടായിരുന്ന സന്തോഷം, ഇതെല്ലാം പോയിപ്പോയതുപോലെ, എന്തോ ഞങ്ങളുടെ ഖൽബിന് സംഭവിച്ചതുപോലെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്നാ മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഇന്നമാ വജ്ഹുനാ വാഹിദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങളുടെ എല്ലാ മുഖങ്ങൾ ഒന്നായിരുന്നു, ഞങ്ങളുടെ ഖൽബുകൾ ഒന്നായിരുന്നു. എന്നാൽ ഫലമ്മാ ഖുബിർ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയപ്പോൾ നദർനാ ഹകദാ വഹകദാ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. എന്താണ് നമുക്ക് സംഭവിച്ചു പോയത്? നമുക്കിടയിൽ നമ്മുടെ ഖൽബുകൾ തമ്മിൽ വേറിട്ടു പോയതുപോലെ, ഞങ്ങളുടെ അഭിപ്രായങ്ങൾ അത് വേർപിരിഞ്ഞത് പോയതുപോലെ ഞങ്ങൾക്ക് തോന്നിപ്പോയി. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ അവരെന്നോട് ചോദിച്ചു, യാ അനസ് കൈഫ സഹത് അൻഫുസുകും അൻ തഹ്തു തുറാബ അലാ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ അനസേ, എങ്ങനെയാണ് നിങ്ങൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖബറടക്കിയിട്ട് ആ ഖബറിൽ മണ്ണിട്ട് മൂടാൻ എങ്ങനെ നിങ്ങൾക്ക് സാധിച്ചു എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്നോട് ചോദിക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ അവർക്ക് സഹിക്കാൻ സാധിക്കാത്തതായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നഷ്ടമായത്, റസൂൽ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയതുപോലെ ഒരു മുസീബത്ത് നമുക്ക് വന്നിട്ടില്ല, വരികയുമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുകയുണ്ടായി, ഇദാ ഉസീബ അഹദുകും ബിമുസീബത്തിൻ ഫൽയദ്കുർ മുസീബതഹു ബി. നിങ്ങളിൽ ആർക്കെങ്കിലും വല്ല മുസീബത്തും വല്ല പ്രയാസവും ഉണ്ടായാൽ അവൻ ഓർത്തുകൊള്ളട്ടെ, മുസീബതഹു ബി, ഞാൻ നഷ്ടപ്പെട്ടത് കൊണ്ട് അവനുണ്ടായ മുസീബ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയി എന്ന മുസീബത്ത് അവൻ ഓർത്തുകൊള്ളട്ടെ. ഫഇന്നഹാ അഅ്ളമുൽ മസാഇബ്, തീർച്ചയായും അതാകുന്നു ഏറ്റവും വലിയ മുസീബത്ത്. ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വഹി അത് നിലച്ചു, നുബുവ അവസാനിച്ചു, ഇനിയൊരു നബി വരാനില്ല, ലാ നബിയ ബഅദി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അന്നുജൂമു അമനത്തുൻ ലിസ്സമാ ഫഇദാ ദഹബത്തിൻ നുജൂം അതസ്സമാ മാ തുഅദ്. ആകാശങ്ങൾക്ക് ഒരു സംരക്ഷണമാണ് നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങൾ പോയിപ്പോയാൽ ആകാശത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ടതെന്തോ, താക്കീത് നൽകപ്പെട്ടതെന്തോ അത് വരികയായി. അന അമനത്തുൻ ലി അസ്ഹാബി ഫഇദാ ദഹബത് അതാ അസ്ഹാബി മാ യുഅദ്. എന്റെ സഹാബത്തിനുള്ള അമനത്താകുന്നു ഞാൻ, സംരക്ഷണമാകുന്നു ഞാൻ. പോയാൽ സഹാബത്തിന് അതാ അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടത് വരികയുണ്ടായി. ഈ ഉമ്മത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഒരു ഭിന്നിപ്പും ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടല്ലാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മർജിഅാണ് മുസ്ലിം ഉമ്മത്തിന്. അവരുടെ സംശയങ്ങൾ, അവരുടെ തർക്കങ്ങൾ എല്ലാം തീർക്കാൻ അല്ലാഹുവിന്റെ വഹി അനുസരിച്ച് സംസാരിക്കുന്ന, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കാത്ത, അല്ലാഹുവിന്റെ വഹി അനുസരിച്ച് മാത്രം സംസാരിക്കുന്ന, മുഅ്മിനുകളോട് ഏറ്റവും സ്നേഹമുള്ള, അവരുടെ കാര്യത്തിൽ അതീവ തൽപരനായ, അവർക്ക് പ്രയാസമുണ്ടാകുന്നത് സഹിക്കാൻ സാധിക്കാത്ത റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങളിലേക്ക് ഇതാ ഒരു റസൂൽ വന്നിരിക്കുന്നു, അസീസുൻ അലൈഹി മാ അനിതും, നിങ്ങൾ പ്രയാസപ്പെടുന്നത് സഹിക്കാൻ സാധിക്കാത്ത, ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ അതീവ തൽപരനായ, ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനുകളോട് റഅഫത്തും റഹ്മത്തുമുള്ള, കാരുണ്യവും ദയവുമുള്ള, നമ്മുടെ ഉപ്പയെക്കാളും ഉമ്മയെക്കാളും നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ സ്നേഹിച്ചിരുന്ന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞു പോവുക എന്നതിനേക്കാളും വലിയ മുസീബത്ത് എന്താണുള്ളത്? ലഖദ് മന്ന അല്ലാഹു അലൽ മുഅ്മിനീൻ لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم. അല്ലാഹു മുഅ്മിനുകൾക്ക് മിന്നത്ത് ചൊരിഞ്ഞിരിക്കുന്നു.
അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്ന അവരിലേക്ക് ഒരു റസൂലിനെ അയച്ചതിനാൽ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ നിഅമത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലിനെ നമ്മിലേക്ക് അയച്ചു എന്നത്, നമുക്ക് ദീൻ പഠിപ്പിച്ചു തന്നു എന്നത്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിൽ നിന്ന് വിട പറഞ്ഞുപോയി എന്നതിനേക്കാളും വലിയ ദുഃഖം, അതിനേക്കാളും വലിയ പ്രയാസം മുസ്ലിം ഉമ്മത്തെ ഇനി നമുക്ക് എന്തു വരാനുണ്ട്? ഒന്നും വരാനില്ല. അങ്ങനെയുള്ള റസൂലാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മത്തിനോട് ഏറ്റവും റിഫ്ഖ് ഉണ്ടായിരുന്ന, ഈ ഉമ്മത്ത് നന്നാകണം എന്നാഗ്രഹമുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എനിക്കും നിങ്ങൾക്കും, ഞാനും നിങ്ങളും തമ്മിലുള്ള ഉദാഹരണം ഒരു മനുഷ്യനെ പോലെയാണ്. അയാൾ ഒരു തീ കത്തിച്ചു, അതിലേക്ക് പാറ്റകളെല്ലാം ആ തീയിലേക്ക് നടന്നെടുക്കുമ്പോൾ അയാൾ തടയുകയാണ് അയാളെ. എന്നതുപോലെ ഞാൻ ഓരോരുത്തരുടെയും ഊരക്ക് പിടിച്ച് നരകത്തിൽ നിന്ന് തടയുന്നു. എന്നാൽ പലരും എന്റെ പിടി തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ആ തീയിലേക്ക് ചാടുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന് മുമ്പ് അല്ലാഹു റബ്ബുൽ ആലമീൻ പല അടയാളങ്ങൾ ഈ ഉമ്മത്തിന് കാണിച്ചു തന്നിരുന്നു. അതിൽപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ, ചില സൂറത്തുകൾ. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹുവ അജലു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയുസ് എത്തിയിരിക്കുന്നു, അല്ലാഹുവിലേക്ക് തിരിച്ചു പോകാൻ സമയമായിരിക്കുന്നു എന്നതറിയിക്കുന്ന സൂറത്താണിത്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അല്ലാഹുവിന്റെ നസ്റും അവന്റെ സഹായവും വൽ ഫത്ഹ് വിജയവും വന്നാൽ, വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, കൂട്ടം കൂട്ടമായി ജനങ്ങൾ അല്ലാഹുവിന്റെ ദീനിലേക്ക് പ്രവേശിക്കുന്നത് നീ കണ്ടാൽ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്, നിന്റെ റബ്ബിനെ നീ തസ്ബീഹ് നടത്തുക, ഹംദ് നടത്തുക, വസ്തഗ്ഫിർഹു, നീ ഇസ്തിഗ്ഫാർ നടത്തുക, ഇന്നഹു കാന തവ്വാബ, അല്ലാഹു തൗബ ഏറെ സ്വീകരിക്കുന്നവനാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ റുകൂഇലും സുജൂദിലും പറയാറുണ്ടായിരുന്നു, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഇഗ്ഫിർലി യതഅവ്വലുൽ ഖുർആൻ. ഖുർആൻ അനുസരിച്ചുകൊണ്ട്, ഖുർആനിലെ അള്ളാഹുവിന്റെ ഈ കൽപ്പന അനുസരിച്ചുകൊണ്ട് അവിടുത്തെ അവസാന കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലും റുകൂഇലും പറയാറുണ്ടായിരുന്നു, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഇഗ്ഫിർലി. താൻ തസ്ബീഹും ഹംദും ഇസ്തിഗ്ഫാറും നടത്തുന്നവനായിരിക്കെ റബ്ബിലേക്ക് ചെല്ലാൻ നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ധാരാളമായി പറയാറുണ്ടായിരുന്നു. അവിടുത്തെ ഉമ്മ, ജനങ്ങൾ കൂട്ടം കൂട്ടമായി, ഗോത്രങ്ങൾ ഗോത്രങ്ങളായി ഇസ്ലാമിലേക്ക് വരുന്നത്, ഇസ്ലാമിൽ അല്ലാഹു വിജയം നൽകുന്നത് കണ്ണിറയെ കണ്ടിട്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. ഒറ്റക്കായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുർബലരായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്, ശത്രുക്കളായിരുന്നു ചുറ്റും, നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരുന്നു, കല്ലെറിഞ്ഞോടിക്കപ്പെട്ടിരുന്നു, പരിഹസിക്കപ്പെട്ടിരുന്നു, കൂക്കുവിളി കേട്ടിരുന്നു, മറുപടികൾ ഉണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. പക്ഷെ അള്ളാഹുവിന്റെ ഹക്കിലാണുള്ളത്. അള്ളാഹുവിന്റെ പഴയകാല നബിമാർ സഹിച്ചതാണ് ഞാനും സഹിക്കുന്നത്. അള്ളാഹുവിന്റെ വഅദ്, അവന്റെ വാഗ്ദാനം അത് ഹക്കാണ് എന്ന് ഉറച്ച വിശ്വാസത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് പോയി. അള്ളാഹു അതാ വിജയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുകയുണ്ടായി. എത്രത്തോളം അറബികളിലെ പല ഗോത്രങ്ങളും പറയുകയുണ്ടായി, മുഹമ്മദിനെയും മുഹമ്മദിന്റെ ഖൗമിനെയും നിങ്ങൾ വിട്ടേക്കൂ, മക്ക ജയിക്കുമോ എന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് സ്വീകരിക്കാം. കാരണം ഈ കഅബക്ക് മുകളിൽ അള്ളാഹു എല്ലാവർക്കും വിജയം നൽകുകയില്ല. അവർക്കറിയാം കഅബക്ക് നേരെ തിരിഞ്ഞു വന്ന അബ്രഹത്തിനെ അള്ളാഹു നശിപ്പിച്ചിരുന്നു. അവൻ ആകാശത്ത് നിന്ന് പറവകളെ അയച്ചുകൊണ്ട് അവരെ നശിപ്പിച്ചിരുന്നു അള്ളാഹു. അങ്ങനെ ഉള്ള ഈ കഅബയെ, ഈ മക്കയെ അവൻ സംരക്ഷിക്കും. മക്കക്ക് മുകളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിജയം അള്ളാഹു നൽകുമോ എന്ന് നോക്കാം നമുക്ക്, എന്നിട്ട് നമുക്ക് വിശ്വസിക്കാം എന്ന് പറഞ്ഞ പല ഗോത്രങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഫത്ഹിന് ശേഷം, മക്ക ഫത്ഹിന് ശേഷം ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അതിനു മുമ്പ് വന്നവർക്ക് അതിനുശേഷം വന്നവരെക്കാളും ശ്രേഷ്ഠതയുള്ളതും അതുകൊണ്ടാണ്. ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. നാടുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കീഴടക്കപ്പെട്ടു. അവിടുത്തെ സഹാബത്ത് പിന്നീട് അത് പൂർത്തിയാക്കുകയുണ്ടായി. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുത്തെ വഫാത്തിന്റെ ചില അടയാളങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തിരുന്നു. അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ഇങ്ങനെ പ്രസംഗിക്കുകയുണ്ടായി, ഇന്നല്ലാഹ ഖയ്യറ അബ്ദൻ ബൈന അദ്ദുനിയ വബൈന മാ ഇൻദഹു
ഫഖ്താറ മാ ഇൻദല്ലാഹ്. റസൂലുള്ളാഹി ഞങ്ങളോട് പറഞ്ഞു, അള്ളാഹു അവന്റെ ഒരു അടിമക്ക് തീരുമാനം തെരഞ്ഞെടുക്കാൻ അവസരം നൽകി. എന്താണ് തെരഞ്ഞെടുക്കാൻ അവസരം നൽകിയത്? ബൈന അദ്ദുന്യ വബൈന മാ ഇൻദഹ്. ഒന്നുകിൽ ദുനിയാവ് തെരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിങ്കൽ ഉള്ളത് എന്താണോ അത് തെരഞ്ഞെടുക്കുക. ഫഖ്താറ മാ ഇൻദല്ലാഹ്. അപ്പോൾ അടിമ അള്ളാഹുവിന്റെ അടുത്തുള്ളത് തെരഞ്ഞെടുത്തു. ഫബകാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുകയുണ്ടായി. ഫഖുൽതു ഫീ നഫ്സി, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇത് കണ്ടപ്പോൾ ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞു, മാ യുബ്കി ഹാദാ ശൈഖ്, അദ്ദേഹം എന്തിനാണ് കരയുന്നത്? ഇയകുനില്ലാഹു ഖയ്യറ അബ്ദൻ ബൈന അദ്ദുന്യ വബൈന മാ ഇൻദഹു ഫഖ്താറ മാ ഇൻദല്ലാഹ്. അള്ളാഹു ഒരു അടിമക്ക് തെരഞ്ഞെടുക്കാൻ അവസരം കൊടുത്തു, ദുനിയാവും അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പക്കലുള്ളതും. അപ്പോൾ ആ അടിമ അള്ളാഹുവിന്റെ പക്കലുള്ളത് തെരഞ്ഞെടുത്തു. അതിനെന്തിനാണ് ഇദ്ദേഹം കരയുന്നത്? യഥാർത്ഥത്തിൽ എന്തിനാണ് അബൂബക്കർ സിദ്ദീഖ് കരഞ്ഞത്? അത് ഞങ്ങൾക്ക് പിന്നീട് മനസ്സിലായി. ഫകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവൽ അബ്ദ്. അള്ളാഹു ഈ രണ്ടവസരങ്ങൾ നൽകിയ ഏതെങ്കിലും ഒന്ന് തെരഞ്ഞെടുക്കാൻ അള്ളാഹു പറഞ്ഞ അടിമ അത് അള്ളാഹുവിന്റെ റസൂലായിരുന്നു. വഅബൂബക്കറിൻ അഅലമുനാ, ഞങ്ങളിൽ ഏറ്റവും ഇൽമുണ്ടായിരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കലാം, അത് നന്നായി അതിന്റെ ലക്ഷ്യം അതിന്റെ ഉദ്ദേശം മനസ്സിലാക്കാനുള്ള ഇൽമും ഫഹ്മും ഫദ്ലുമുള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബൂബക്കർ ലാ തബ്കി, അബൂബക്കർ താങ്കൾ കരയരുത്. ഇന്ന അമന്ന الناس علي في صحبته وماله. അബൂബക്കർ, എനിക്ക് സുഹ്ബത്ത് കൊണ്ടും തന്റെ കൂട്ടുകൊണ്ടും തന്റെ സമ്പത്ത് കൊണ്ടും അബൂബക്കർ സിദ്ദീഖിനെ പോലെ മിന്നത്ത് എനിക്ക് ഉപകാരം ചെയ്ത മറ്റാരും ഉണ്ടായിട്ടില്ല. അങ്ങനെയാണല്ലോ അബൂബക്കർ സിദ്ദീഖുൽ ഉമ്മ റളിയല്ലാഹു അൻഹു. അവിടുന്ന് അദ്ദേഹത്തിന്റെ ഉപകാരം കിട്ടാത്ത ഒരാളും ഉണ്ടായിരുന്നില്ല. തനിക്ക് വല്ല ഉപകാരവും വല്ലവരും ചെയ്തു തരികയും എന്നിട്ട് പകരം അതിനേക്കാളും വലുത് ചെയ്തു കൊടുക്കാത്ത ഒരാളും അബൂബക്കർ സിദ്ദീഖുമായി ഇടപെട്ടിട്ടില്ല. അള്ളാഹു അതുകൊണ്ടാണ് പറഞ്ഞത്, അദ്ദേഹത്തിന്റെ പക്കൽ ഒരു ഉപകാരവുമില്ല, അദ്ദേഹത്തിന്റെ പക്കൽ ഒരു ഉപകാരവും ആളുകൾ ചെയ്തു കൊടുത്തിട്ടില്ല, അതിനേക്കാളും നല്ലത് അദ്ദേഹം പകരം ചെയ്തു കൊടുത്തിട്ടല്ലാതെ. അദ്ദേഹം അങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എത്രത്തോളം ഉർവ എന്നുപേരുള്ള മക്കയിലെ പ്രമുഖമായ ഗോത്രത്തിന്റെ നേതാവ് പോലും പറയുകയുണ്ടായി, ഹുദൈബിയ സന്ധിക്കിടയിൽ, അബൂബക്കർ താങ്കൾ എനിക്ക് പല ഉപകാരങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്, അതിനു പകരം പലതിനും ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിന് മറുപടി പറഞ്ഞേനെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരുടെ ലാത്തയെ ആക്ഷേപിച്ചുകൊണ്ടൊരു വാക്ക് പറഞ്ഞപ്പോൾ മറുപടി പറയാൻ ഖുറൈശികളുടെ നേതാവിന് സാധിക്കുന്നില്ല. എന്താണ് കാരണം? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്ത പലതിനും അങ്ങോട്ട് തിരിച്ചു ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഇത് ഖുറൈശികളിലെ നേതാക്കന്മാരുടെ കഥയാണെങ്കിൽ മുസ്ലിമീങ്ങളിലെ പാവപ്പെട്ടവരായ ബിലാലിനെ പോലെ, സുഹൈബിനെ പോലെ, അങ്ങനെയുള്ള സാധുക്കളായ സഹാബത്തിന്റെ ജനങ്ങളിലെ ദുഅഫായ ആളുകളുടെ സ്ഥിതി എന്തായിരിക്കും? ജനങ്ങളുടെ നേതാക്കന്മാർക്ക് പോലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഉച്ചത്തിൽ ഒരു മറുവാക്ക് പറയാൻ സാധിക്കുന്നില്ല, മുശ്രിക്കുകൾക്ക് പോലും. അങ്ങനെയുള്ള സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമ്മത്തിന് ഖലീഫയായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പല സൂചനകളും പറഞ്ഞിട്ടുള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിലേക്കുള്ള പല സൂചനകളിൽ ഒന്നാണ്. ഇങ്ങനെയുള്ള പല അടയാളങ്ങൾക്ക് ശേഷം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം ബാധിക്കുകയുണ്ടായി, പനി ബാധിക്കുകയുണ്ടായി. ആ പനി അത് കൂടി വന്നു. എത്രത്തോളം ഒരു സഹാബിമാരിൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കാൻ വരികയും എന്നിട്ട് കൈ വെച്ച് നോക്കുകയും ചെയ്തു ശരീരത്തിൽ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വല്ലാഹി മാ ഉതീഖു അൻ അദഅ യദിയ അലൈക മിൻ ശിദ്ദതി ഹിമാക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, താങ്കളുടെ ചൂടുകൊണ്ട് എനിക്ക് എന്റെ കൈ വെക്കാനും പോലും സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന മഅശറൽ അംബിയാ യുദാഅഫു ലനൽ ബലാ കമാ യുദാഅഫു ലനൽ അജ്ർ. ഞങ്ങൾ നബിമാർ അങ്ങനെയാണ്, ഞങ്ങൾ നബിമാർക്ക് പ്രതിഫലം അത് ഇരട്ടിയായി നൽകപ്പെടുന്നത് പോലെ തന്നെ ബലാവും പരീക്ഷണവും വേദനയും രോഗവുമെല്ലാം അതും അങ്ങനെ തന്നെയാണ്, സാധാരണ ആളുകൾക്ക് കിട്ടുന്നതിനേക്കാളും ഇരട്ടിയായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഇങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേദന
പനി അത് വർദ്ധിച്ച് അത് കടുപ്പമേറി വന്നു. ഉബൈദുല്ലാഹ് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു ഉത്ബ ഇബ്നു മസ്ഊദ് എന്നു പേരുള്ള താബിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, അലാ തുഹദ്ദിസീനി അൻ മറദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗത്തെക്കുറിച്ച് നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നാലും. അപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ അവരോട് പറഞ്ഞു, അദ്ദേഹത്തോട് പറഞ്ഞു, ബല, അതെ ഞാൻ പറഞ്ഞു തരാം. സഖുല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗം അത് കഠിനമായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അസല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ഖുൽനാ, ഞങ്ങൾ പറഞ്ഞു, ലാ ഹും യൻതദിറൂനക, ഇല്ല അവർ താങ്കളെ കാത്തിരിക്കുകയാണ്. ഖാൽ ദഊ ലി മാഅൻ ഫിൽ മിഖ്ളബ്, അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്കൊരു പാത്രത്തിൽ ഒന്ന് വെള്ളം വെച്ച് തരൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം വുദു ചെയ്യാൻ വേണ്ടി വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. വെള്ളം കൊണ്ടുവന്നപ്പോൾ അതിനടുത്തേക്ക് ചെല്ലാൻ റസൂലുള്ളാഹിക്ക് സാധിച്ചില്ല. അവിടുന്ന് രോഗത്തിന്റെ കാഠിന്യം കൊണ്ട് ബോധരഹിതനായി. വീണ്ടും ബോധം വന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അസല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ? സഹാബത്ത് പറഞ്ഞു, ലാ ഹും യൻതദിറൂനക, ഇല്ല അവിടുന്ന് അവർ താങ്കളെ കാത്തിരിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും വുദു ചെയ്യാൻ വേണ്ടി എണീച്ചു. വീണ്ടും ബോധരഹിതനായി. വീണ്ടും എണീച്ചു. ആദ്യം ചോദിക്കുകയാണ്, അസല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ? ഇങ്ങനെ 3 തവണ സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധം പോവുകയും വരികയും ചെയ്തു. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത് അസല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ എന്നാണ്. മുസ്ലിം ഉമ്മത്തെ, സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കുക. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കഠിനമായ രോഗത്തിൽ പോലും ആലോചിച്ചത്, ചിന്തിച്ചത്, ആശങ്കപ്പെട്ടത് ജനങ്ങൾ നിസ്കരിച്ചോ, ജനങ്ങളുടെ സലാത്തിന്റെ കാര്യം എന്താണ് എന്നാണ്. തീരെ വയ്യാതെ വന്നപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുറു അബൂബക്കറിൻ ഫൽയുസല്ലി ബിന്നാസ്, അബൂബക്കറിനോട് കൽപ്പിക്കൂ, ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കട്ടെ. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നീട് ഖലീഫ ആരാകണം എന്ന അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, റളിയ ബിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅംരി ദീനിനാ അഫലാ നർതദീക ലിഅംരി ദുനിയാനാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ദീനിന്റെ കാര്യത്തിന് താങ്കളെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്, ഞങ്ങളുടെ ദുനിയാവിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് താങ്കളെ തൃപ്തിപ്പെട്ടുകൂടാ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറാണ് ഖലീഫ എന്ന് എഴുതാൻ തുനിഞ്ഞിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണ്ട, വയഅബല്ലാഹു വൽ മുഅ്മിനൂൻ ഇല്ലാ അൻ യകൂന അബൂബക്കർ, അല്ലാഹു വിസമ്മതിച്ചിരിക്കുന്നു, മുഅ്മിനുകളും വിസമ്മതിച്ചിരിക്കുന്നു, അബൂബക്കർ അല്ലാതെ മറ്റാരെങ്കിലും ആവുക എന്ന കാര്യം. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്തില്ലാതെ മുസ്ലിം ഉമ്മത്ത് യോജിച്ചു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാര്യത്തിൽ. ഇങ്ങനെയുള്ള പല സൂചനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഫാത്തിനെ കുറിച്ച് നൽകിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്തുകൾ ഇതാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി പറഞ്ഞ കാര്യം ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ഞാൻ കേട്ടതിൽ അവസാനത്തെ വാക്ക് റസൂലുള്ള പറഞ്ഞത്, അസ്സലാഹ് വമാ മലകത് അയ്മാനുക്കും, നിസ്കാരത്തിന്റെ കാര്യം, അസ്സലാഹ് വമാ മലകത് അയ്മാനുക്കും, നിങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയവരും അത് നിങ്ങൾ സൂക്ഷിക്കുക, അടിമകൾ, അതുപോലെ നമ്മുടെ കീഴിലുള്ള വളർത്തുമൃഗങ്ങൾ, ഇതെല്ലാം വലങ്കൈകൾ ഉടമപ്പെടുത്തിയത് എന്ന പരിധിയിൽപ്പെടുന്നതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ ഓർമ്മപ്പെടുത്തി സലാത്തിന്റെ കാര്യം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസാനത്തെ വഫാത്തായ രോഗത്തിലായിരിക്കെ പറയുകയുണ്ടായി, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ ഇത്തഖദൂ ഖുബൂറ അൻബിയാഇഹിം മസാജിദ, അല്ലാഹു ശപിക്കട്ടെ, യഹൂദി നസ്രാനികളെ അല്ലാഹു ശപിക്കട്ടെ, അവരവരുടെ നബിമാരുടെ ഖബറുകളെ മസ്ജിദുകളാക്കി. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, വലൗലാ ദാക ലഉബ്രിസ ഖബ്റുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖശിയ അൻ യുത്തഖദ മസ്ജിദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ പുറത്തെവിടെയെങ്കിലും ആക്കുമായിരുന്നു, അതൊരു മസ്ജിദായേക്കുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടു. ജുൻദുബ് ഇബ്നു അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസാനത്തെ രോഗത്തിലായിരിക്കെ പറയുകയുണ്ടായി, അലാ ഇന്ന മൻ കാന ഖബ്ലകും കാനൂ യത്തഖിദൂന ഖുബൂറ അൻബിയാഇഹിം വസാലിഹീഹിം മസാജിദ, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ
നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങൾ അവരിലെ നബിമാരുടെയും സാലിഹുകളുടെയും ഖബറുകൾ അവർ മസ്ജിദുകളാക്കിയിരുന്നു. അലാ ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ, അതുകൊണ്ട് നിങ്ങൾ ഖബറുകൾ മസ്ജിദുകളാക്കരുത്. ഇന്നി അൻഹാകും അൻ ദാലിക്, ഞാൻ നിങ്ങളോടത് വിലക്കുന്നു. പഴയകാലത്ത് ആളുകൾ ചെയ്തു എന്ന് റസൂലുള്ള പറഞ്ഞു, നിങ്ങളത് ചെയ്യരുത് എന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളോടത് വിലക്കുന്നു എന്ന് പറഞ്ഞു. ഏത് സമയത്താണ് ഇത് പറയുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ വസിയത്തുകളിൽ ഉമ്മത്തെ ചിന്തിക്കുക, ഈ ഹുക്മിന് എത്ര പ്രാധാന്യമുണ്ട്, ഈ ഉമ്മത്ത് ഈ വഴിക്കാണ് നശിച്ചു പോവുക എന്നതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞത്. അതുപോലെ തന്നെ ആ വാക്കിന് പിന്നെ നസ്ഖില്ല. ഇസ്ലാമിൽ ആദ്യകാലത്തുണ്ടായ ചില നിയമങ്ങൾ പിൽക്കാലത്ത് അള്ളാഹു റദ്ദ് ചെയ്തിരുന്നു. അതിനേക്കാളും നല്ല പകരമായ നിയമങ്ങൾ അള്ളാഹു കൊണ്ടുവന്നിരുന്നു, ആ ഉമ്മത്തിനെ പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി. എന്നാൽ നോക്കൂ, ഒരിക്കലും റസൂലുള്ളാഹിന്റെ ഈ വാക്കിന്, ഇസ്ലാമിലെ ഈ നിയമത്തിന് ഒരു നസ്ഖില്ല, ഒരു ദുർബലപ്പെടുത്തലില്ല. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ വാക്കുകളിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇതാ മുസ്ലിം ഉമ്മത്തിനെ നോക്കൂ നിങ്ങൾ, എവിടെ പോയി അവരുടെ ഇസ്സ, എവിടെ പോയി ശത്രുക്കളുടെ മനസ്സിൽ അവർക്കുണ്ടായിരുന്ന ഹൈബ, മുസ്ലിമീങ്ങളെ കുറിച്ചുള്ള ഭയം എവിടെ പോയി, അള്ളാഹുവിന്റെ സഹായം എവിടെ? എങ്ങനെ ഉണ്ടാകാനാണ്? അള്ളാഹുവിന്റെ ദീനിന്റെ ഉസൂലുകളുടെ അസ്ലായ തൗഹീദിൽ നിന്ന് തന്നെ മുസ്ലിം ഉമ്മത്ത് പിന്നോട്ട് പോയാൽ, അവർ ഖബറുകളെ പൂജിക്കാൻ തുടങ്ങിയാൽ, മരിച്ചുപോയ നബിമാരോടും അമ്പിയാക്കളോടും സാലിഹുകളോടും അവർ ദുആ ചെയ്യാൻ തുടങ്ങിയാൽ എങ്ങനെ അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകാനാണ്? എങ്ങനെ ശത്രുക്കൾ നമ്മെ കടിച്ചു കയറാനായി അവരുടെ കൈകൾ നമ്മളിലേക്ക് നീട്ടാതിരിക്കാനാണ്? നമ്മുടെ ഉമ്മത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു വരുന്ന ചപ്പും ചവറും ചണ്ടിയും പോലെ മുസ്ലിം ഉമ്മത്തായാൽ പിന്നെ എങ്ങനെ അള്ളാഹുവിന്റെ സഹായം നമുക്ക് കിട്ടാനാണ്? അതുകൊണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്തുകളിലേക്ക്, അവിടുന്ന് പഠിപ്പിച്ച ദീനിലേക്ക് നമ്മൾ തിരിച്ചു പോവുക. അള്ളാഹു ഈ ഉമ്മത്തിനെ അവർക്ക് എല്ലാ നഷ്ടപ്പെട്ട ഇസ്സത്തും തിരിച്ചു നൽകുകയും എല്ലാ ശത്രുക്കൾക്കെതിരിലും മുസ്ലിം ഉമ്മത്തിനെ സഹായിക്കുകയും അവരെ ഒന്നിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിൽ മുസ്ലിമീന അജ്മഈൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ രോഗം അവസാനത്തെ റബീഉൽ അവ്വൽ ആകുമ്പോഴേക്ക് അത് വർദ്ധിക്കുകയും അങ്ങനെ റബീഉൽ അവ്വൽ 12-ന് മുൻപ് 3 ദിവസം തുടർച്ചയായി അവിടുത്തേക്ക് പള്ളിയിലേക്ക് ജമാഅത്തിന് വരാൻ സാധിക്കാതിരിക്കുകയും ചെയ്തു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ലം യഖ്റുജ് അൻ-നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വന്നില്ല. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സമയത്തൊക്കെ ജനങ്ങൾക്ക് ഇമാമത്തിൽ നിന്ന് നിസ്കരിക്കാൻ തുടങ്ങി. ഹത്താ ഇദാ കാന യൗമുൽ ഇസ്നൈൻ, അങ്ങനെ തിങ്കളാഴ്ച ആയപ്പോൾ, അഥവാ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ആയപ്പോൾ, വഹും സുഫൂഫുൻ ഫിസ്സലാഹ്, ജനങ്ങളെല്ലാവരും സഫായി നിസ്കരിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമത്തിൽ നിന്ന് അങ്ങനെ നിസ്കരിക്കുമ്പോൾ ഫകശഫ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം സിത്രൽ ഹുജ്റതി യൻദുറു ഇലൈനാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വീട്ടിന്റെ ആ കർട്ടൻ നീക്കുകയും എന്നിട്ട് ഞങ്ങളെ നോക്കുകയും ചെയ്യുകയുണ്ടായി. നമുക്കറിയാം, ആ പള്ളിയിൽ നിന്നാൽ ഇടതുഭാഗത്താണ്, ഖിബ്ലക്ക് നേരെ തിരിഞ്ഞ് നിസ്കരിക്കാൻ നിന്നാൽ ഇടതുഭാഗത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്. അവിടെ നിന്ന് അവിടുത്തെ കർട്ടൻ മാറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ നോക്കുകയാണ്. അങ്ങനെ ഞങ്ങളെ നോക്കുമ്പോൾ വഹുവ ഖായിമുൻ, റസൂൽ നിന്നിട്ടാണ് ഞങ്ങളെ നോക്കുന്നത്. കഅന്ന വജ്ഹഹു വറഖതു മുസ്ഹഫിൻ, ഞങ്ങൾ സഹാബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയ സന്തോഷം കൊണ്ട് നിസ്കാരത്തിൽ ഞങ്ങളുടെ തലചരിച്ച് റസൂലുള്ളാഹിനെ നോക്കിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം അന്ന് ഒരു മുസ്ഹഫിന്റെ ഒരു പേജ് പോലെ ഉണ്ടായിരുന്നു. ثم تبسم يضحك, സല്ലല്ലാഹു അലൈഹി വസല്ലം നന്നായി ഞങ്ങളെ നോക്കി ചിരിക്കാൻ തുടങ്ങി. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ما نظرنا منظرا كان أعجب إلينا من وجه النبي صلى الله عليه وسلم, അന്നത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം പോലെ ഭംഗിയുള്ള ഒരു കാഴ്ച ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ ഫഹമംനാ അൻ നഫ്തിന മിനൽ ഫറഹി ബിറുഅയത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം,
സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കി ആ സന്തോഷം കൊണ്ട് ഞങ്ങളുടെ നിസ്കാരം തന്നെ ഫിത്നയിലായി പോകുമോ, നമ്മുടെ നിസ്കാരം തന്നെ തെറ്റിപ്പോകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു. റസൂലുള്ളാഹി നോക്കുന്നത് കണ്ടപ്പോൾ ഫനകസ അബൂബക്കറിൻ അസ്സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നിലേക്ക് നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമത്ത് നിൽക്കാൻ വേണ്ടി വരാൻ ഉദ്ദേശിക്കുന്നു എന്ന് വിചാരിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നിലേക്ക് മാറി റസൂലുള്ളാഹി മുന്നിലേക്ക് വരാൻ. فأشار إلينا النبي صلى الله عليه وسلم أن أتموا صلاتكم. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാൽ വന്നില്ല. അവിടുന്ന് ചിരിച്ചുകൊണ്ട് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു ഞങ്ങളോട് നിസ്കാരം പൂർത്തിയാക്കാൻ. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കർട്ടൻ അത് താഴേക്കിടുകയുണ്ടായി, മൂടുകയുണ്ടായി. സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുകയുമുണ്ടായി. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബ എത്രത്തോളം സൂക്ഷ്മമായിട്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ സമയത്തെ ഓരോരോ സംഭവങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. എത്രയാണ് അവരുടെ മനസ്സിനെ സങ്കടപ്പെടുത്തിയിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാ. എന്നിട്ട് ഈ ദിവസങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ഈ ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന കാറ്റിൽ പറത്തുകയും അവിടുത്തെ ആ റസൂലോ അവിടുത്തെ ജീവനെക്കാളും സ്വന്തത്തെക്കാളും എല്ലാവരെക്കാളും ദുനിയാവിലെ എല്ലാ സുഖങ്ങളെക്കാളും സൗകര്യങ്ങളെക്കാളും അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച അവിടുത്തെ സഹാബത്ത് റളിയല്ലാഹു അൻഹും അവരൊരിക്കലും കാണിച്ചു തരാത്ത കോപ്രായങ്ങൾ, വൃത്തികേടുകൾ, അവിടുത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും തൃപ്തിപ്പെടാത്ത റസൂലുള്ളാഹിന്റെ ദീനിന് കടകവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമാണിതെന്ന് അവകാശപ്പെടുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ലാത്ത വഹാബികൾ റസൂലുള്ള ജനിച്ച ദിവസത്തിൽ കരയുകയാണ് എന്ന് പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകളെ, നിങ്ങളുടെ അക്കലുകൾ എവിടെ പോയി? നിങ്ങളുടെ ബുദ്ധി എവിടെ പോയി? നിങ്ങളുടെ ദീനിയായ നിലവാരം എവിടെ പോയി? നിങ്ങളുടെ ഇസ്ലാം എവിടെയാണുള്ളത്? സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കുക, എത്രമാത്രം വലിയ അപകടത്തിലാണ്, എത്രമാത്രം വലിയ താഴ്ചയിലാണ് നമ്മുടെ ഉമ്മത്ത് എത്തിയിട്ടുള്ളത്. ഈ റസൂലിനെ ഏറ്റവും അധികം സ്നേഹിച്ചിട്ടുള്ള അവിടുത്തെ സഹാബത്ത് ഒരിക്കൽ പോലും അവിടുത്തെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. എങ്ങനെ സാധിക്കാനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തത് എങ്ങനെ അവർ ചെയ്യാനാണ്? അതിനല്ലേ ബിദ്അത്ത് എന്ന് പറയുക. അള്ളാഹുവിന്റെ ദീനിൽ ഒരിക്കലും പാടില്ലാത്ത, അവൻ പ്രതിഫലമല്ല ശിക്ഷ തരുന്ന ഇബ്ലീസിന് മഅസിയത്തുകളെക്കാളും വ്യഭിചാരത്തെക്കാളും മദ്യപാനത്തെക്കാളും കൊലപാതകത്തെക്കാളും ഒക്കെ ഇഷ്ടമുള്ള ബിദ്അത്ത് എന്ന പ്രവൃത്തി അവരെങ്ങനെ ചെയ്യാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തത്? ദീനിലില്ലാത്തത് അവർ ചെയ്തതാണ് ദീൻ, അവർ ചെയ്യാത്തതാണ് ബിദ്അത്തുകൾ. പുണ്യകരമാണെന്ന് വിചാരിച്ച ആളുകൾ ചെയ്യുന്ന കാര്യം നോക്കൂ സഹോദരങ്ങളെ. ഈ സമയത്ത് ബിദ്അത്താണെന്നത് പോരാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് വിളിച്ചു തേടുന്നു. അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖ വഅഹ്ലനാ ഇൻ ضاع യാ സയ്യിദി ഖൈറൻ നബി. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബവും എല്ലാം നഷ്ടപ്പെട്ട് ഭയപ്പെട്ടു പോകുന്ന ഖിയാമത്ത് നാളിൽ താങ്കളുടെ ശഫാഅത്ത് നൽകണേ നബിയേ, സയ്യിദി ഖൈറൻ നബി എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ارتكبت على الخطا غير حسر وعدد لك اشكو فيه يا سيدي خير النبي. ഞാൻ തെറ്റിന്റെ ഒരുപാട് വാഹനത്തിൽ ഞാൻ സഞ്ചരിച്ചു പോയി, ഒരുപാട് പാപങ്ങൾ പറ്റിപ്പോയി, അങ്ങയോടാണ് ഞാൻ ആവലാതി പറയുന്നത് ഖൈറൻ നബി, നബിമാരിൽ ഏറ്റവും ഖൈറായ അള്ളാഹുവിന്റെ റസൂലേ എന്ന് നേരിട്ട് ഹക്ക് ചാവുക ബറക്കത്ത് കൊണ്ടല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് വിളിച്ചു തേടുന്ന ഈ വരികൾ എങ്ങനെ ഒരു മുസ്ലിമിന് ചെല്ലാൻ സാധിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണ്? അള്ളാഹു നബിയോട് പറയാൻ പറഞ്ഞത് എന്താണ്? ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. പറയൂ നബിയെ, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, അവനിൽ ഒരാളെയും ഞാൻ പങ്കു ചേർക്കുകയില്ല. ഇത് പറഞ്ഞതിനാണ് മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യുദ്ധം ചെയ്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാട്ടിൽ നിന്ന് പുറത്താക്കിയത്. എന്നിട്ട് ആ റസൂലിന്റെ സ്നേഹം, റസൂലിനോടുള്ള സ്നേഹം എന്ന് പറയുകയും ആ റസൂലുള്ളാഹിനെ തന്നെ വിളിച്ചു തേടുകയുമോ? അള്ളാഹുവിന്റെ റസൂലിനെ ഞങ്ങൾ സ്നേഹിക്കുന്നു എന്ന് പറയുകയും എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന് നേരെ എതിര് റസൂലുള്ള ഏറ്റവും ശക്തമായി വിലക്കിയ കാര്യം ചെയ്യുകയോ? ഇതെന്തൊരു സ്നേഹമാണ്? ഇതെന്തൊരു സ്നേഹമാണ്? നീ പറയുന്നു നിനക്ക് അള്ളാഹുവിനോട് സ്നേഹമാണെന്ന്, അള്ളാഹുവിന്റെ റസൂലിനോട് എനിക്ക് സ്നേഹമാണെന്ന്, എന്നിട്ട് നീ
അള്ളാഹുവിന്റെ റസൂലിനെ നീ ധിക്കരിക്കുകയോ? തഅസിൽ ഇലാഹ വഅൻത തസ്ഉമു ഹുബ്ബഹു ഹാദാ മഹാലുൻ ഫിൽ ഖിയാസ് ബദിഉ ലൗ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. നീ റബ്ബിനോട് എനിക്ക് ഇഷ്ടമാണെന്ന് പറയുകയും റബ്ബിനോട് എനിക്ക് സ്നേഹമാണെന്ന് പറയുകയും എന്നിട്ട് റബ്ബിനെ ധിക്കരിക്കുകയുമോ? ഇതെങ്ങനെയാണ്? ഇത് പരസ്പരം യോജിപ്പിക്കാൻ പറ്റാത്ത, ഖിയാസ് സാധിക്കാത്ത കാര്യമാണ്. നിന്റെ സ്നേഹം സത്യമായിരുന്നുവെങ്കിൽ നീ അള്ളാഹുവിനെ പിൻപറ്റിയേനെ, അവന്റെ റസൂലിനെ അള്ളാഹുവിനനുസരിച്ചേനെ, അവന്റെ റസൂലിനെ പിൻപറ്റിയേനെ. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. ഖുൽ പറയൂ നബിയേ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റൂ. യുഹിബ്ബുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നതാണ്. അള്ളാഹു സ്നേഹിച്ചാൽ അവൻ നിങ്ങളെ ശിക്ഷിക്കുകയില്ല. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു ഗഫൂറാൻ, അവനേറെ പൊറുക്കുന്നവനാണ്, അവൻ റഹീമാണ്. മുൻഗാമികൾ ഈ ആയത്തിനെ കുറിച്ച് പറഞ്ഞു, സഅമ ഖൗമുൻ അന്നഹും യുഹിബ്ബൂനല്ലാഹ്, പല ആളുകളും ജൽപ്പിച്ചു, അവർ വാദിച്ചു അവർക്ക് അള്ളാഹുവിനോട് സ്നേഹമാണെന്ന്. ഫബ്തലാഹുമുല്ലാഹു ബിഹാദിഹിൽ ആയ, അപ്പോൾ അള്ളാഹു അവരെ ഈ ആയത്ത് കൊണ്ട് പരീക്ഷിച്ചു. അപ്പോൾ മനസ്സിലായി ആരുടെ സ്നേഹമാണ് സത്യമെന്ന്, ആരുടെ സ്നേഹമാണ് കളവെന്ന്. അള്ളാഹുവിന്റെ റസൂലിനെ നീ പിൻപറ്റൂ, എങ്കിലല്ലാതെ നിനക്ക് അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാൻ സാധ്യമല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നിന്റെ സ്നേഹം സത്യമാകണമെങ്കിൽ നീ അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റണം. നോക്കൂ, നിങ്ങൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്നേഹിക്കുന്നു. ഇബ്രാഹിം നബി ഞങ്ങളുടെ ആളാണ് എന്ന് പറഞ്ഞ പല ആളുകളും പണ്ടുണ്ടായിരുന്നു. യഹൂദികൾ പറഞ്ഞു, നസ്രാനികൾ പറഞ്ഞു, മുശ്രിക്കുകൾ പറഞ്ഞു. എന്താണ് അള്ളാഹുവിന്റെ മറുപടി? മാ കാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസ്രാനിയൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം യഹൂദിയായിരുന്നില്ല, നസ്രാനിയായിരുന്നില്ല, മുശ്രിക്കായിരുന്നില്ല, മറിച്ച് ഹനീഫായ മുസ്ലിമായിരുന്നു. പൂർണ്ണമായി തൗഹീദിലേക്ക് വന്നിട്ടുള്ള, ശിർക്കിൽ നിന്ന് എല്ലാവിധത്തിലും ഒഴിവായിട്ടുള്ള ഹനീഫായ മുസ്ലിമായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ഇന്ന ഔലൻ നാസി ബിഇബ്രാഹിമ ലല്ലദീന തബഊ, ഇബ്രാഹിം നബിയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകൾ ആരാണ്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിൻപറ്റിയവരാണ്. വഹാദൻ നബിയു, ഈ നബിയാണ്. വല്ലദീന ആമനു, മുഅ്മിനുകളാണ്. വല്ലാഹു വലിയുൽ മുഅ്മിനീൻ, അല്ലാഹു മുഅ്മിനുകളുടെ വലിയാണ്. അതുകൊണ്ട് സഹോദര, നിനക്ക് അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണമോ? നീ അല്ലാഹുവിന്റെ റസൂലിനെ പിൻപറ്റുക. കാരണം നിന്റെ സ്നേഹം അവിടെയാണ് കാണേണ്ടത്, നിന്റെ സ്നേഹം അവിടെയാണ് കാണേണ്ടത്. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എന്ന പേരിൽ റസൂലുള്ളാഹിനെ വിളിച്ചു തേടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത അവിടുത്തെ ജന്മദിനം ആഘോഷിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് ഇമാതത്തുൽ അദാ, വഴിയിൽ നിന്നുള്ള തടസ്സം നീക്കൽ എന്ന കാര്യത്തിന് നേരെ എതിരായ പ്രവൃത്തി ചെയ്യുന്നു. ജനങ്ങളെ മുഴുവൻ ദ്രോഹിച്ച് ആളുകളുടെ വഴിമുടക്കി അവിടെ മുസ്ലിം ഉമ്മത്ത് ഇതൊക്കെയാണ് ഇസ്ലാം എന്നാളുകൾക്ക് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കോപ്രായങ്ങൾ, വൃത്തികേടുകൾ അത് നടു റോഡിൽ കാണിച്ചു കൂട്ടുകയാണ്. എന്ത് ഇസ്ലാമാണ് ഇത്? ആരാണ് ഇത് പഠിപ്പിച്ചത്? ഈ കോപ്രായങ്ങൾ ആരാണ് പഠിപ്പിച്ചത്? അല്ലാഹുവിന്റെ റസൂലോ അവിടുത്തെ സഹാബത്തോ? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ദീനിലേക്ക് മടങ്ങുക. അള്ളാഹു മുസ്ലിം ഉമ്മത്തിന് അവരുടെ യഥാർത്ഥ ദീനിലേക്ക് തിരിച്ചു മടങ്ങുവാനുള്ള തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുകയുള്ളൂ. ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇത് അറിയാത്ത, വിവരമില്ലാത്ത പല ആളുകളും പറഞ്ഞു പറ്റിച്ചിട്ടുള്ള നമ്മുടെ ഉമ്മത്തിലെ സാധുക്കളായ സാധാരണക്കാരായ ആളുകൾക്ക് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. ഇഖ്ലാസോടെ അള്ളാഹുവിന് വേണ്ടി. എങ്കിൽ നമ്മുടെ ദഅവത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നൽകും, അതിന് ഫലം നൽകും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വർഹംനാ, അല്ലാഹുമ്മ ഇഗ്ഫിർ ലിഹയ്യിനാ വമയ്യിതിനാ വശാഹിദിനാ വഗായിബിനാ وصغيرنا وكبيرنا وذكرنا وأنثانا. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم مزق ملكهم. اللهم واجعل المسلمين أئمة واجعلهم الوارثين. وصلى الله وسلم وبارك على نبينا محمد. الله أكبر الله أكبر. أشهد أن لا